എല്ലാവർക്കും നമസ്കാരം. ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന കാഞ്ഞൂർ ദേവീക്ഷേത്രത്തിലെ കോലത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും കോലം എഴുതാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായി. അപ്പോൾ കോലം എഴുതാൻ പോകുന്നതിന് മുമ്പായി കാഞ്ഞൂർ ദേവീക്ഷേത്രത്തിൽ വന്ന് തൊഴുതിട്ട് പോകുന്നതാണ് ഞങ്ങളുടെ പതിവ്. ഈ വർഷവും പതിവ് തെറ്റിക്കാതെ ശ്രീ കാഞ്ഞൂർ ദേവീക്ഷേത്രത്തിലെത്തി തൊഴാൻ വന്നിരിക്കുകയാണ്. ക്ഷേത്രം നല്ല ഭംഗിയായി പൂക്കളെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ രാവിലെ പ്രസാദം ഉണ്ട്. പ്രസാദം കഴിക്കാനുള്ള നല്ല തിരക്കുണ്ട്. ക്യൂ നിന്നാണ് പ്രസാദം വാങ്ങിക്കേണ്ടത്. ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി എന്നിവയാണ് ഇവിടെ രാവിലെ പ്രസാദമായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളും കുറച്ച് സമയം വെയിറ്റ് ചെയ്തു, തിരക്കൊന്ന് കുറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാനും സുജിത്തേട്ടനും കൂടെ ഒരു പ്രസാദം കുറച്ച് കഴിച്ചിട്ട് പോകാം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഞാനും സുജിത്തേട്ടനും അവിടുത്തെ പ്രസാദം കഴിക്കാൻ പോവുകയാണ്. ഓരോ ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾ കാഞ്ഞൂർ ദേവീക്ഷേത്രത്തിൽ വന്ന് തൊഴുതിന് ശേഷമാണ് ഞാനും സുജിത്തണ്ണനും ഉണ്ട്. ഞങ്ങൾ ഇവിടുന്ന് നേരെ ഫസ്റ്റ് കോല എഴുതുന്ന വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. തൊഴുതിട്ട് പോകാം, തൊഴുതിട്ട് ഇറങ്ങാം. കോലം സമർപ്പിക്കുന്ന ആളുടെ പേരാണ് രാജൻ ദേവഹംസം ഇരിക്കാവാണ് ഫസ്റ്റ് വീട്. അപ്പോൾ നമ്മൾ കോലം തുടങ്ങാൻ പോവാണ്. നമ്മൾ ആദ്യത്തെ വീട്ടിൽ വന്ന് കോലം തുടങ്ങാനുള്ള പരിപാടിയിലാണ്. ഞങ്ങൾ രാജേട്ടൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ കോലത്തിൻ്റെ പരിപാടി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാള ചെത്തി ഫസ്റ്റ് കോലമുള്ള വീട്ടിൽ തുടങ്ങുകയാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പാള ചെത്തി അതിൻ്റെ തൊലിയെല്ലാം പച്ചയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വേണം നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ വർഷം ഞങ്ങൾക്ക് സുജിത്തേട്ടനും അതുപോലെ തന്നെ വിനോദ് ചേട്ടനും ഉണ്ട്. നമുക്ക് മെയിൻ ആർട്ടിസ്റ്റായിട്ടുള്ള ആൾക്കാരാണ് അവർ രണ്ടുപേരും. പരസ്യവും കാര്യങ്ങളൊക്കെ എഴുതുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഏറ്റവും അടിയിൽ വരുന്നത് തൊപ്പിപ്പാള അല്ലേ? തൊപ്പിപ്പാള ചെയ്യാണ്. ഇതാണ് തലയിൽ കയറുന്നത്. ഇവിടെ നമുക്ക് എത്ര കോലം ഉണ്ട്? ഇവിടെ 3 കോലം. 3 ഭൈരവിയാണ് ചെയ്യുന്നത് ഇവിടെ. നമ്മുടെ കോലത്തിന് എൻ്റെ കൂടെ സഹായിക്കുന്നത് ഇത് സുനില്, ഇത് രാജേഷ്, ഇത് പുതിയ ആളാണ് വരുന്നത് ചിങ്കു, സുജിത്ത്. പുള്ളി കാക്കനാട് സ്വദേശിയാണ്. ഒരു അറിയപ്പെടുന്ന ഒരു കലാകാരനും കൂടിയാണ്. ഇത് വിനോദ് ഒരു ആർട്ടിസ്റ്റാണ്. കാർത്തിപ്പുള്ള ഗാന്ധി പ്രതിമ ഒക്കെ പണിത ആളാണ്. ഓക്കെ. ഒരു സൈഡിൽ നിന്ന് പടം വരയ്ക്കാൻ തുടങ്ങി. ഒരു സൈഡിൽ പാള ചെത്തിക്കൊണ്ടിരിക്കുന്നു. കളറുകൾ രാശട്ടം കലക്കിക്കൊണ്ടിരിക്കുകയാണ്. കളർ കലക്കിയതിന് ശേഷമാണ് ഇനിയിപ്പം ചെയ്തു തുടങ്ങാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആ ചേച്ചിയുടെ നേർച്ച നടത്തുന്ന ചേച്ചിയുടെ ആഗ്രഹപ്രകാരം ചേച്ചി എല്ലാവർക്കും ഓരോ ദക്ഷിണ രാവിലെ വന്ന് തരണമെന്ന് ഇങ്ങോട്ട് ഞങ്ങൾക്ക് നിർബന്ധം പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു കോലം ചെയ്യാൻ വേണ്ടി ഈ വർഷം. അപ്പോൾ 7 പേർക്കും ആ ചേച്ചി രാവിലെ ദക്ഷിണ തന്ന് അതിന് ശേഷമാണ് ചേച്ചിക്ക് ഒരു സമാധാനമായത്. ചേച്ചിയുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾക്ക് എല്ലാവർക്കും ദക്ഷിണ തന്നു. ഇപ്പോൾ ഒരു സൈഡിൽ നമ്മുടെ പ്രധാനപ്പെട്ട മുഖങ്ങൾ, കോലത്തിന് വെക്കുന്ന പ്രധാനപ്പെട്ട മുഖങ്ങളാണ് നമ്മളിപ്പോൾ ഏകദേശം വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇട്ടേക്കുന്ന സാധനങ്ങളെല്ലാം വരച്ച് എടുത്തത് മാത്രമേ ഉള്ളൂ ഇന്ന്. ഇപ്പോൾ കാരണം നമ്മളിപ്പോൾ രാവിലെയാണ് ഇതെല്ലാം വരച്ച് ചെയ്യുന്നത്. നമുക്ക് വൈകിട്ടാണ് കോലം. അടുത്ത കോലമെന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ചെയ്യുന്ന വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. കരുവാറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് അടുത്ത കോലം ഉള്ളത്. അപ്പോൾ അവിടെ ഒരു കോലമാണ്. ഈ വീട്ടിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ 3 കോലമാണ് ഒരു വീട്ടിൽ തന്നെ. അടുത്ത കോലം ചെയ്യാനുള്ള വീട്ടിലോട്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ വരയ്ക്കാനുള്ള വർക്കുകളെല്ലാം നമ്മൾ വരച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ മുടിയുടെ നേരത്തെ ചെയ്തിട്ടുള്ള നമ്മുടെ മുടിയുടെ നാർമാലയിൽ കുറച്ച് വ്യത്യാസമുണ്ട് ഇവിടുത്തെ നാർമാല. അപ്പോൾ നമ്മൾ ഈ വീട്ടിലാണ് കോലം ഉള്ള വീടെന്ന് പറയുന്നത്. നല്ല വീടൊക്കെ അവർ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് നല്ല ഭംഗിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീട്ടിലോട്ട് നമ്മളിപ്പം പോകാൻ പോവാണ്. ആദ്യം കോലം എടുക്കുന്ന വീട് ഇതാണ്. അപ്പോൾ ഈ കരുവാറ്റ വീട്ടിൽ എത്തിയിട്ടുണ്ട്. കരുവാറ്റ വീട്ടിൽ നല്ല ഭംഗിയാക്കി രണ്ടാമത്തെ കോലം വീട്ടിലെത്തിയിരിക്കുകയാണ്. കരുവാറ്റ ഹൈസ്കൂൾ ജംഗ്ഷന് 16 വയസ്സാണ് ലൈഫ്. ഇവിടെ വീട്ടിലാണ് രണ്ടാമത്തെ കോലം ചെയ്യാനായിട്ട്.
അങ്ങനെ നമ്മൾ രാത്രിയിൽ നിന്ന് കരുവാറ്റയിലുള്ള കോലം നമ്മൾ ചെയ്ത് തീർക്കാൻ പോവാണ്. ചെയ്ത് തീർത്തിട്ട് വേണം നമുക്ക് ആദ്യം പോയ വീട്ടിലെ 3 കോലത്തിൻ്റെ ബാലൻസ് പണി നമുക്ക് ചെയ്യാൻ. ഇത് പ്രവട പിടിപ്പിക്കുക എന്ന് പറയും. പാള തുന്നി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിടിപ്പിച്ച പാളയിൽ നമ്മൾ മഞ്ഞപ്പൊടിയാണ് തേച്ച് പിടിപ്പിക്കുന്നത്. മഞ്ഞ കളറിന് നമ്മൾ മഞ്ഞപ്പൊടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മൾ കോലം സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കോലം സെറ്റിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കച്ചിയൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ അതിനെ ഷേപ്പാക്കി എടുക്കുന്നത്. കോലം നമ്മൾ ഓരോന്ന് തയ്ച്ച് പിടിപ്പിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ കച്ചി ഉപയോഗിച്ച് അതിൻ്റെ ആ ഒരു ഷേപ്പ്. രാവിലെ എന്തൊക്കെയാ ചേച്ചി ഫുഡ് എന്തൊക്കെയാ? സാമ്പാർ, അവലിപ്പഴം. അങ്ങനെ നമ്മൾ ആദ്യം കോലം എഴുതിയ വീട്ടിൽ നമ്മൾ രാവിലെ എത്തിയിരിക്കുകയാണ്. രാവിലെ പിന്നെ കോലം ദിവസം തന്നെ രാവിലെ നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ഫുഡ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാപ്പി കുടിക്കാനായിട്ട് ഇരിക്കുകയാണ്. രാവിലെ ഇഡ്ഡലിയും സാമ്പാറും അവലും പഴമൊക്കെ ഉണ്ട്. ഒരുപാട് ഭക്തജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടും കോലം കാണാൻ വേണ്ടിയിട്ടും ഇത് പ്രസാദമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. ഭക്ഷണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഭക്ഷണമാണ്. അപ്പോൾ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുപാട് ഭക്തജനങ്ങളാണ് ഇവിടെ വരാറുള്ളത്. തിരുമിഴി കൊണ്ടൊന്നോക്കേണമേ നീ ഒക്കണ്ണ സൂനോ നമസ്തേ ദിവ്യമൂർത്തേ നമസ്തേ കോപമകറ്റി സ്നേഹം ഞങ്ങൾ കേകണമേ ദേവി കോപമകറ്റി സ്നേഹം ഞങ്ങൾ കേകണമേ ദേവി ഭഗവതി പാലയമാ ഭദ്രേ ഭഗവതി പാലയമാ ഭഗവതി പാലയമാ കാരുമേ കണ്ണ ആശ്രയമില്ലാരുമേ കണ്ണ കാത്തരുളണേ എന്നെ പാർത്ഥസാരഥേ കാത്തരുളണേ ഗോകുലവാസികളെ കാത്തപോ ആദ്യം 1500 കഞ്ഞി കുടിച്ചോ? ഇല്ലല്ലോ. കയ്യേക്കൂടെ അടിക്കുന്ന സാമ്പിള
ആ നെഞ്ചുവാള എടുത്തത് ജോഡി വള്ളിയൊന്നും കിട്ടി. അങ്ങനെ രണ്ടാമത്തെ കോലം ഇവിടെ കാപ്പിലെത്തിയിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ പാള ചെത്തി ഫലം പറയാൻ വേണ്ടി ആൾ വന്നിട്ടുണ്ട്. അദ്ദേഹം പാള ചെത്തി വീട്ടുകാർക്ക് എൻ്റെ ഫലം പറഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മൾ കോലത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ രണ്ടാമത്തെ വീട്ടിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ഇഡ്ഡലി, സാമ്പാർ, വട, ചമ്മന്തിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ കോലത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. ഏകദേശം വൈകിട്ടൊരു 4 മണിയായി. 4 മണിയായ സമയത്തേക്ക് നമുക്ക് കോലം പൂജിക്കാൻ വേണ്ടി തിരുമേനി വന്നിട്ടുണ്ട്. അപ്പോൾ തിരുമേനി കോലത്തിൻ്റെ പൂജ തുടങ്ങിയിരിക്കുകയാണ്. കോലം പൂജിച്ചതിന് ശേഷം മാത്രമാണ് ഇനി അമ്പലത്തിൽ നിന്ന് കോലം എടുക്കാൻ വേണ്ടി ആളുകൾ വരുന്നത്. കോലമേട്ടിലെ സദ്യ സ്റ്റാർട്ടായിരിക്കുകയാണ്. ഇപ്പോൾ സദ്യ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പഴവുമായി വരുന്ന ചേച്ചി